കുട്ടികൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും ഈ കോളിഫ്ലവർ പൊരിച്ചതല്ലേ. കോളിഫ്ലവർ ഉപ്പേരി വെച്ച് കറി വെച്ചിട്ടുണ്ടാകും, കോളിഫ്ലവർ കറി വെച്ചിട്ട് ഒക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മുടെ ഈ കോളിഫ്ലവർ എന്തിനാ മിസ് ഇപ്പോൾ ഒരു കുക്കിംഗ് ഷോ തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ കോളിഫ്ലവറിൻ്റെ ഷേപ്പിൽ ഉള്ള കോളിഫ്ലവറിനെ പോലെ ഏകദേശം ഉള്ള ഒരു ഓർഗൻ നമ്മുടെ ബോഡിയിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഇപ്പോൾ ചീറ്റിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കോളിഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ഒരാൾ നമ്മുടെ ശരീരത്തിലുണ്ട്. മിസ് അപ്പോൾ അതിൻ്റെ ആൻസർ പറയും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണോ എന്ന്. റെഡി? അപ്പോൾ ചിലപ്പോൾ മിസ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളിഫ്ലവർ പോലെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പിടുത്തം കിട്ടുന്നുണ്ടോ? വല്ല ഐഡിയയും കിട്ടുന്നുണ്ടോ മക്കളെ? ചിലപ്പോൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും മിസ് മനസ്സിലായി എന്ന് നിങ്ങൾ പറയും. ആരാണ്? അല്ലേ, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ മസ്തിഷ്കം. അപ്പം മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലേ, കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നമുക്കൊരു നെർവസ് സിസ്റ്റം, ഒരു നാഡീവ്യവസ്ഥയുണ്ടെന്ന്. ആ നാഡീവ്യവസ്ഥയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളാണ് നമ്മുടെ VIP ആണ് നമ്മുടെ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ പോലെ തന്നെയാണ്. ഇങ്ങനെ കുറേ ചുളിവുകളുണ്ട്, കുറേ മടക്കുകളുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ ചുളിവുകളും മടക്കുകളും ഒക്കെയുള്ള ഒരു ഭാഗമാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചുളിവുകളും മടക്കുകളൊക്കെയുള്ള നമ്മളുടെ ബ്രെയിനിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല തരത്തിലുള്ള ഓർഗൻസും പാർട്സും സ്ട്രക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതും നമ്മുടെ കോളിഫ്ലവറും ഒക്കെ ആയിട്ട് കുറച്ച് സാമ്യം തോന്നുന്നില്ലേ? ഓക്കെ, അപ്പോൾ മിസ് എന്തിനാണ് ഈ ബ്രെയിനിനെ ഇപ്പോൾ വരച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനാണ് നമ്മളുടെ ശരീരത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ. റെഡി? അപ്പോൾ ഇയാളൊരു VIP ആണെന്ന് തന്നെ നമുക്ക് കരുതാം. VIPസിനെ റോഡിലേക്ക് ഇങ്ങനെ സാധാരണ ഇറക്കി വിടുമോ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മളുടെ നാട്ടിൽ വരികയാണ്, പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ റോഡിലൂടെ വെറുതെ നടക്കുമോ? ഇല്ല അല്ലേ. പ്രൈം മിനിസ്റ്ററിന് ചുറ്റും എന്തുണ്ടാകും? ബ്ലാക്ക് ക്യാറ്റ്സ് ഉണ്ടാകും, പിന്നെ പോലീസുകാരുണ്ടാകും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാകും അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളുടെ ബ്രെയിൻ ഒരു VIP ആണ്. അപ്പോൾ VIPനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു 3 ലെയർ കവറിങ് ഉണ്ട്. ഈ ലെയേഴ്സിൻ്റെ പേരൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു 3 ലെയർ, ഒരു ലെയർ, 2 ലെയർ, 3 ലെയർ, അങ്ങനെ നിങ്ങൾക്ക് 3 ലെയർ കവറിങ് ആർക്കുണ്ട്? നമ്മളുടെ മസ്തിഷ്കം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ എങ്ങനെയൊക്കെ കവർ ചെയ്യും? ആദ്യം സ്ക്രീൻ കവർ ഒട്ടിക്കും, ബാക്ക് കവർ ഇടും അല്ലേ, എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും? നമ്മളുടെ പേഴ്സിൽ വെക്കും, പേഴ്സ് എടുത്ത് ബാഗിൽ വെക്കും, പലതരത്തിൽ നമ്മൾ കവർ ചെയ്യില്ലേ? അതേപോലെ നമ്മുടെ ബ്രെയിനിന് ഒരു 3 ലെയേഴ്സ് ഉള്ള കവറിങ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുക മെനിഞ്ചസ്. ഓക്കെ, മലയാളത്തിൽ നമ്മൾ മെനിഞ്ചസ് എന്ന് തന്നെയാണ് പറയുക, മെനിഞ്ചസ്. ഇതുകൂടാതെ നമ്മളെ ബ്രെയിനിനെ നമ്മൾ എന്തിലിട്ട് വെച്ചിരിക്കുകയാണ്? അപ്പോൾ ഇതാണ് ഒരു കവറിങ് ആണ് കേട്ടോ. ഈ ബ്രെയിനിനെ നമ്മളുടെ സ്കള്ളല്ലേ, നമുക്ക് എപ്പോഴും പേടിയാണ് നമ്മളുടെ ബ്രെയിനിനെ കാണുമ്പോഴെങ്കിലും, സ്കള്ളിനെ കാണുമ്പോഴെങ്കിലും. പക്ഷേ ഇയാളൊരു പാവമാണ്. നമ്മളുടെ ബ്രെയിൻ ഈ സ്കള്ളിൻ്റെ ഉള്ളിലാണ് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം 3 ലെയറുള്ള 3 പാളികളുള്ള ഒരു ആവരണം നമ്മളുടെ ബ്രെയിനുണ്ട്. അത് കൂടാതെ സ്കള്ള് അല്ലെങ്കിൽ തലയോടിനുള്ളിലാണ് നമ്മളുടെ ബ്രെയിനിനെ നമ്മളിങ്ങനെ സംരക്ഷിച്ച് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് മക്കളെ ഉള്ളത്? സ്കള്ള് അല്ലെങ്കിൽ തലയോട്, പിന്നെയോ മെനിഞ്ചസ് ഉണ്ടല്ലേ, മെനിഞ്ചസ് ഉണ്ട്. ഇത് പ്രൊട്ടക്ഷൻ. ഇനി നമുക്ക് നമ്മുടെ VIPൻ്റെ ഓരോ ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഭാഗം ഏതാ? ഈ ചുളിവുകളും മടക്കുകളൊക്കെയുള്ള ഈ ഭാഗമല്ലേ അല്ലേ? ഈ പോർഷനായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കാണുന്നുണ്ടാവാം. റെഡി? ഈ പോർഷനായിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ആ പോർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഏറ്റവും കൂടുതലുള്ള എവിടെയോ ഒരു ഹോളുണ്ട്. ഏറ്റവും കൂടുതലുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയണത്? ഏറ്റവും കൂടുതലുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ പറയുക സെറീബ്രം. ഇതാണ് നമ്മളുടെ സെറീബ്രം.
നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മെമ്മറി അല്ലേ, നല്ല ഓർമ്മയില്ലേ, മിസ്സിനെ കണ്ടതായിട്ടൊക്കെ ഓർക്കുന്നില്ലേ? അതുപോലെ നിങ്ങൾക്ക് നല്ല ചിന്തിക്കാനുള്ള കഴിവുണ്ട്, തോട്ട്, നിങ്ങൾക്ക് നല്ല ഭാവന, ഇമാജിനേഷൻ, നിങ്ങൾ നല്ല ഇൻ്റലിജൻസ് ഉണ്ട് അല്ലേ? ഇതിൻ്റെയൊക്കെ സെൻറ്റർ ആരാണ്? സെറിബ്രമാണ്. നിങ്ങൾക്ക് സെൻസേഷൻസ്, നിങ്ങൾ കാണുന്നു, കേൾക്കുന്നു അല്ലേ, നിങ്ങൾ ടച്ച് അറിയുന്നു, രുചി ടേസ്റ്റ് അറിയുന്നു, സ്മെല്ല് അറിയുന്നു, ഇതൊക്കെ കാരണം ആരാണ്? സെറിബ്രമാണ്. നിങ്ങൾക്കിങ്ങനെ നടക്കാൻ പറ്റുന്നു, നിങ്ങൾക്കിങ്ങനെ ചാടാൻ പറ്റുന്നു, നിങ്ങൾക്കിങ്ങനെ തിരിയാൻ പറ്റുന്നു അല്ലേ, വോളണ്ടറി മൂവ്മെൻറ്റ്സ്, ഐച്ഛിക ചലനങ്ങൾ, ഇതും ആരാണ്? സെറിബ്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സെറിബ്രത്തിൻ്റെ ഫങ്ഷനാണ്. ഇനി അടുത്തൊരാൾ ഇവിടെ കാണുന്നുണ്ടോ? ഓക്കെ, ഇയാളാണ് രണ്ടാമത്തെ ആൾ. ഇപ്പം ഏറ്റവും കൂടുതൽ വലിയ ഭാഗം സെറിബ്രം, രണ്ടാമത്തെ വലിയ ഭാഗമാണ് നമ്മളുടെ സെറിബെല്ലം. എവിടെയോ ഒരു ഇയാളാണ് നമ്മളുടെ സെറിബെല്ലം. റെഡി? ഇതാണ് നമ്മളുടെ സെറിബെല്ലം. രണ്ടാമത്തെ വലിയ ഭാഗമാണ് നമ്മുടെ സെറിബെല്ലം. ഇയാളാണ് നമ്മളുടെ ശരീരത്തിൻ്റെ തുലന നില അല്ലെങ്കിൽ ബോഡി ബാലൻസ്. ശരീരം ഇങ്ങനെ നിൽക്കാന്നല്ല, നമ്മളിപ്പോൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നടക്കും, ഓടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഓടും, നമ്മൾ ഇങ്ങനെ വളഞ്ഞല്ലല്ലോ ഓടുന്നത്, നമ്മൾ സ്ട്രെയിറ്റ് അല്ലേ ഓടുന്നത്. അപ്പോൾ നമ്മളുടെ ബോഡി ബാലൻസ്ഡ് ആക്കി നിർത്തുന്നത് ഈ സെറിബെല്ലമാണ്. സിമ്പിൾ. ഓക്കെ, ഇനി ഒരാളുണ്ട്, ഇവിടെയുള്ളൊരാളാണ്. ഇതാണ് നമ്മളുടെ തലാമസ്. അപ്പോൾ തലാമസ് എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിൻ്റെ മാനേജറെ പോലെയാണ്. ഇപ്പോൾ സെറിബ്രത്തിലേക്ക് നമുക്ക് പലതരത്തിലുള്ള മെസ്സേജ് പോകണം. കാണാനുള്ള മെസ്സേജ് ഇവിടെ പോകണം, കേൾക്കാനുള്ള മെസ്സേജ് ഇവിടെ പോകണം. നമ്മൾ പറഞ്ഞില്ലേ, കണ്ണിൽ നിന്ന് ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസസ് ബ്രെയിനിലേക്ക് പോകുന്ന, ബ്രെയിനിൽ സെറിബ്രത്തിലേക്കാണ് പോവുക. അപ്പോൾ അവരെല്ലാവരും ഏതിലൂടെയാണ് പോവുകയെന്ന് അറിയോ മക്കളെ? അവരെല്ലാവരും തലാമസ് കടന്നിട്ടാണ് പോകേണ്ടത്. ഇതിലേ ഇപ്പോൾ വരുന്നുണ്ടെന്ന് കരുതാ, തലാമസ് കിടക്കണം. ഇതിലേ വരുന്നുണ്ടെന്ന് കരുതാ, തലാമസ് കിടക്കണം. ഇതിലേ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും തലാമസ് ക്രോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് തലാമസ് പറയും, നോക്കട്ടെ എല്ലാവരും നിൽക്കൂ, നീ ഇമ്പോർട്ടൻ്റ് ആണ്, നീ ആദ്യം പോയിക്കോ, നീ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. ബ്രെയിൻ തിരിച്ചെന്തെങ്കിലും മെസ്സേജ് തരികയാണെങ്കിലും തലാമസ് പറയും, നോക്കട്ടെ, നീ ഇമ്പോർട്ടൻ്റ് ആണ്, നീ വേഗം പോക്കോ. അങ്ങനെ എല്ലാ ഇമ്പൾസസിനെയും ആവേഗങ്ങളെയും ഒക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ആളെ മാത്രം എന്ത് ചെയ്യും? കടത്തിവിടും. എന്താണ്? ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ ഫോർ ഇമ്പൾസസ് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിനെ നിങ്ങൾ കാണാൻ പോവാണ്. എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ എന്നെ ചീത്ത പറഞ്ഞു, എന്നെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ പരാതിയും കൊണ്ട് പോവാണ്. വേറൊരാൾ വരികയാണ്, എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഓക്കെ, വേറൊരാൾ വരികയാണ്, എനിക്ക് എന്താണ് കുടിവെള്ളം കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഇവരെല്ലാവരും കൂടി നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവോ? ചീഫ് മിനിസ്റ്ററെ കാണാമെന്ന് പറഞ്ഞാൽ ഓടി അങ്ങോട്ട് ഓഫീസിൽ കയറാൻ പറ്റുമോ? പറ്റില്ല. എന്ത് ചെയ്യും? നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ സെക്രട്ടറീനെ കാണും. സെക്രട്ടറിയുടെ അടുത്ത് പറയും, എനിക്ക് ഭക്ഷണം കിട്ടണില്ല, തൊട്ടടുത്തുള്ള ആൾ തരുന്നില്ല, അതായത് കുടിവെള്ളം കിട്ടാനില്ല. വേറൊരാൾ പറയും, എന്താണ് എന്നെ തൊട്ടടുത്തുള്ള ആൾ വഴക്ക് പറഞ്ഞു, തെറി വിളിച്ചു. അപ്പം സെക്രട്ടറി നോക്കും, കുടിവെള്ളം കിട്ടാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ ആദ്യം അകത്ത് പോയിക്കോ. വഴക്ക് പറഞ്ഞ ആൾ അവിടെ സൈഡിൽ നിൽക്കുക. അടുത്തത് എന്താണ്? ആഹാരം കിട്ടുന്നില്ല, അടുത്ത ആൾ നീ പൊക്കോ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതിനെ ആദ്യം കടത്തിവിടും, പിന്നെ അതിനനുസരിച്ച് അത് ചെയ്യുന്ന ആളാണ് തലാമസ്. ഇനി തലാമസിൻ്റെ താഴെ ഇവിടെ ഒരു ഭാഗം കാണുന്നുണ്ടോ മക്കളെ? തലാമസിൻ്റെ താഴെയുള്ള ഈ ഭാഗത്തിന്, തലാമസിൻ്റെ താഴെ ഹൈപ്പോ തലാമസ്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ് അർത്ഥം കേട്ടോ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ് അർത്ഥം. അപ്പോൾ തലാമസിന് താഴെ ഹൈപ്പോ തലാമസ്. നമ്മളുടെ ശരീരത്തിലെ ആന്തര സമസ്ഥിതി നമ്മൾ പറയും ഹോമിയോസ്റ്റാസിസ്. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു അവസ്ഥയുണ്ട്, ഒരു ടെമ്പറേച്ചർ ആയിക്കോട്ടെ, എന്തിനായാലും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഉണ്ട്. പുറത്തെ കണ്ടീഷൻ എന്തായാലും നമ്മുടെ ശരീരത്തിന് അത് ബാധിക്കാൻ പാടില്ല. പുറത്ത് ചൂട് കൂടിയാൽ നമ്മുടെ ശരീരം ചൂടാവുമോ? നമ്മുടെ ശരീരത്തിൻ്റെ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. പുറത്ത് നമ്മൾ AC ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തണുക്കുമോ? ഇല്ല. കാശ്മീർ പോയാൽ നിങ്ങൾ ഐസ് കട്ടയാവുമോ? ഇല്ല. അപ്പം പുറത്തുള്ള ടെമ്പറേച്ചർ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ശരീരം ബാലൻസ്ഡ് ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അത് ചെയ്യുന്ന ആളാണ് ഹൈപ്പോതലാമസ്. അതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ആയിട്ട് നമ്മൾ 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്ററിലൂടെ ഒക്കെ പഠിക്കും. നിങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇനി ഇവിടെ ഇങ്ങനെ നീളത്തിലുള്ളൊരു പോർഷൻ എന്താ, ഇങ്ങനെ ഒരു വടി പോലെയുള്ളൊരു ഭാഗം കണ്ടോ? ഇതിനെയാണ് നമ്മൾ പറയുക മെഡുല്ല
ഒബ്ലോങ്കേട്ട. ഓക്കെ, മെഡുല്ല ഒബ്ലോങ്കേട്ട. റെഡി? മെഡുല്ല ഒബ്ലോങ്കേട്ട. ഒബ്ലോങ്കേട്ട. ഈ മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ് നമ്മളുടെ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്, അനൈച്ഛിക ചലനങ്ങൾ. ശ്വാസം എടുക്കുക, ഹാർട്ട് ബീറ്റ് ചെയ്യുക, ഹൃദയമിടിപ്പ്, അങ്ങനത്തെ അനൈച്ഛിക ചലനങ്ങളില്ലേ. ഐച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെൻറ്റ്സ് സെറിബ്രം, അനൈച്ഛിക ചലനങ്ങൾ മെഡുല്ല ഒബ്ലോങ്കേട്ട. കഴിഞ്ഞു. ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഏറ്റവും വലിയ ഭാഗം സെറിബ്രം, രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം, ശരീര തുലനനില. ഇതാണെങ്കിൽ തോട്ട്, ചിന്ത, ഇൻ്റലിജൻസ്, ബുദ്ധി, ഓർമ്മ, മെമ്മറി, ഇമാജിനേഷൻ, ഭാവന എല്ലാം ഇവിടെയാണ്. സെൻസേഷൻസ്, ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുക. വോളണ്ടറി മൂവ്മെൻറ്റ്സ്, ഐച്ഛിക ചലനങ്ങൾ ഉണ്ടാക്കുക. തലാമസ് നമ്മുടെ സെക്രട്ടറിയാണ്, റിലേ സ്റ്റേഷനാണ്, ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി, ഹോമിയോസ്റ്റാസിസ്. മെഡുല്ല ഒബ്ലോങ്കേട്ട ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അനൈച്ഛിക ചലനങ്ങൾ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം. ഇതെൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ മക്കൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ കംപ്ലീറ്റ് നമ്മുടെ ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് താല്പര്യം ഉള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ.